എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്. ഇലക്ഷൻ കമ്മീഷൻ ടു ഹിയർ പ്ലീസ് ടു അപ്ലോഡ് ബൂത്ത് വൈസ് ടേൺ ഔട്ട്. ഇത് GS2 പൊളിറ്റി ഇലക്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് വരുന്ന ന്യൂസാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡിങ് സ്റ്റോൺസ് ഓഫ് മധുമൽ ഇൻ തെലുങ്കാന ഓൺ ടെനറ്റീവ് ലിസ്റ്റ് ഓഫ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. അത് നമ്മുടെ GS1 ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ന്യൂസാണ്. ഓക്കെ, BSNL ഹാസ് ബീൻ ഡയലിംഗ് ദ റോങ് കൺസൾട്ടൻറ്റ്. ഇത് എക്കണോമിക് പെർസ്പെക്റ്റീവിൽ നമുക്കറിയാം, റീസെൻ്റ്ലി ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, BSNL ഒരു ക്വാർട്ടറിൽ പ്രോഫിറ്റബിൾ ആയെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതൊക്കെ പെർസ്പെക്റ്റീവൊക്കെ ബേസ് ചെയ്തിട്ട് BCG കൺസൾട്ടിങ് ഗ്രൂപ്പിനെ അവർ ഹയർ ചെയ്തതിനൊക്കെ ബേസിസിലാണ് ഈ ഒരു എഡിറ്റോറിയൽ വന്നേക്കുന്നത്. പിന്നെയുള്ളത് ഡൈസ്റ്റോപ്പിയൻ സൈഡ് ഓഫ് ഇൻസ്റ്റാ കൊമേഴ്സ്. അത് GS3 എക്കണോമി പെർസ്പെക്റ്റീവിൽ, ഗിഗ് എക്കണോമി പെർസ്പെക്റ്റീവിലാണ് ഈ ഒരു ന്യൂസ് വന്നേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ന്യൂസ് ഈസ് ഇലക്ഷൻ കമ്മീഷൻ ടു ഹിയർ പ്ലീസ് ടു അപ്ലോഡ് ബൂത്ത് വൈസ് ടേൺ ഔട്ട്. അപ്പോൾ ഇതിൻ്റെ കോൺടാക്ട് എന്ന് വെച്ചാൽ എലക്ഷൻസ് form the backbone of democracy, ensuring representation and governance based on public choice. However, electoral transparency remains crucial aspect of trust in the process. The recent Supreme Court directive urging the Election Commission of India to address concerns over delays in publishing booth-wise turnout data highlights the need for enhanced electoral അക്കൗണ്ടബിലിറ്റി. ഓക്കെ, അപ്പോൾ കേസ് ഓഫ് ട്രാൻസ്പെറൻസി ആണ്. അപ്പോൾ ഇതിൽ പെറ്റീഷണേഴ്സ് കുറച്ച് കൺസേൺസ് റേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ഇലക്ഷൻ പ്രോസസ്സ്, ഇലക്ടറൽ പ്രോസസ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ട് വരുമ്പോഴേക്ക് നമുക്ക് ഈ ഡിസഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് ഇസ് ഡിലേ ഇൻ വോട്ടർ ടേൺ ഔട്ട് ഡേറ്റയാണ്. അലിഗേഷൻസ് ഓഫ് ഡിലേഡ് പബ്ലിഷിംഗ് ഓഫ് വോട്ടർ ടേൺ ഔട്ട് ഡേറ്റ, പെർട്ടിക്കുലർലി ആൻ അൺഎക്സ്പ്ലെയിൻഡ് സ്പൈക്ക് ഇൻ ഫിഗേഴ്സ് പോസ്റ്റ് പോൾ. പിന്നെ ഡിസ്ക്രിപ്പൻസി ഇൻ ഡേറ്റ ആണ്. കൺസേൺസ് ഓർ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസസ് ഇൻ റിപ്പോർട്ടഡ് ടേൺ ഔട്ട് പെർസെൻറ്റേജസ് അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് കൗണ്ടിങ്. പിന്നെ നോൺ സ്റ്റാറ്റ്യൂട്ടറി അപ്രോച്ച്. The Election Commission's initiative to disclose turnout data via Turnout Act, voter turnout app, press releases and website updates lacks legal mandate, raising questions on the authenticity of its figures. Pinne, need for booth-wise data. The demand for scanned copies of Form 17C, which records votes polled on each booth, to be uploaded online for public scrutiny. ഓക്കെ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എന്താണ്? ഇലക്ഷൻ കമ്മീഷൻ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി റെസ്പോൺസിബിൾ ഫോർ കണ്ടക്ടിങ് ഇലക്ഷൻസ് ഇൻ ഇന്ത്യ. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ January 25, 1950, സെലിബ്രേറ്റഡ് ആസ് നാഷണൽ വോട്ടേഴ്സ് ഡേ. ഹെഡ് ക്വാർട്ടേഴ്സ് ഡൽഹിയിലാണ്. കണ്ടക്ട്സ് ഇലക്ഷൻസ് ഓൺ ലോക്സഭ, രാജ്യസഭ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ആൻഡ് ഓഫീസസ് ഓഫ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ്. ലോക്കൽ ബോഡി ഇലക്ഷൻസ്, അതായത് പഞ്ചായത്തും മുനിസിപ്പാലിറ്റീസും, അത് ഹാൻഡിൽ ചെയ്യുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻസ് ആണെന്ന് കൂടി ഓർത്തിരിക്കാം. ഓക്കെ, പിന്നെ വൈസ് പ്രസിഡൻ്റ് ഇലക്ഷൻസും ECA ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ ഇലക്ഷൻ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് പാർട്ട് 15, ആർട്ടിക്കിൾസ് 324 to 327. അതായത് ആർട്ടിക്കിൾ 324 നമുക്കറിയാം, ഇതൊരു പൊളിറ്റി ന്യൂസാണ്. അപ്പോൾ ആർട്ടിക്കിൾ 324 വെസ്റ്റ് ദ പവർ ഓഫ് സൂപ്പറിൻറ്റൻഡൻസ്, direction and control of elections in the Election Commission of India. Article 325, no discrimination in electoral rolls based on religion, race, caste or sex. In elections to be based, Article 326, election to be based on adult suffrage. പിന്നെ Article 327 to 328, powers of Parliament and State Legislature to regulate elections. പിന്നെ Article 329 കേസിൽ ബാസ് ജുഡീഷ്യൽ ഇൻ്റർഫറൻസ് ഇൻ ഇലക്ടോറൽ മാറ്റേഴ്സ്. അപ്പം ECAയുടെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഇനിഷ്യലി സിംഗിൾ മെമ്പർ ബോഡി ആയിരുന്നു, ലേറ്റർ എക്സ്പാൻഡഡ് ടു ഇലക്ഷൻ കമ്മീഷണർ അമെൻമെൻറ്റ് ബൈ ഇലക്ഷൻ കമ്മീഷൻ അമെൻമെൻറ്റ് ആക്ട് 1989. പ്രസൻറ്റ് സ്ട്രക്ചറിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ CEC ആൻഡ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഉണ്ട്. അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ ചീഫ് ഇലക്ടോറൽ ഓഫീസേഴ്സ് അസിസ്റ്റ് ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. പിന്നെ അപ്പോയിൻമെൻറ്റ് ആൻഡ് ടെന്യൂർ ഓഫ് കമ്മീഷണേഴ്സ്. അപ്പോയിൻമെൻറ്റ് ബൈ ദ പ്രസിഡൻറ്റ് ആസ് പെർ ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ്. അപ്പോയിൻമെൻറ്റ്, കണ്ടീഷൻസ് ഓഫ് സർവീസ് ആൻഡ് ടേം ഓഫ് ഓഫീസ് ആക്ട് 2023.
ടെന്യൂർ എന്ന് പറയുന്നത് 6 years ആണ് until the age of 65, whichever is earlier. Salary and conditions equivalent to the Supreme Court judges. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്, ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇത്. അതുപോലെ തന്നെ പ്രസിഡന്റ് ഇലക്ഷൻ ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനത്തെ ചോദ്യങ്ങളെല്ലാം റിപ്പീറ്റഡ് ചോദ്യങ്ങളാണ് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ. ഓക്കെ, പിന്നെ ഉള്ളത് സ്റ്റേറ്റ് ഇലക്ഷൻസ്, പഞ്ചായത്ത് ഇലക്ഷൻസ് ഒക്കെ ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്, അങ്ങനത്തെ ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ റിമൂവൽ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ റിമൂവ് ത്രൂ ദ സെയിം പ്രൊസീജിയർ ആസ് സുപ്രീം കോടതി ജഡ്ജ്. ഇലക്ഷൻ കമ്മീഷണേഴ്സിൻ്റെ കേസിൽ റിമൂവ്ഡ് ഓൺലി ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. കീ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്താണ്? ഒന്ന്, ലാക്ക് ഓഫ് സ്പെസിഫിക് ക്വാളിഫിക്കേഷൻ, അതായത് നോ മാൻഡേറ്ററി ലീഗൽ, എഡ്യൂക്കേഷണൽ ഓർ അഡ്മിനിസ്ട്രേറ്റീവ് ക്വാളിഫിക്കേഷൻ ഫോർ അപ്പോയിൻമെൻ്റ് ആണ്. പിന്നെ അൺഡിഫൈൻഡ് ടേം ലിമിറ്റ്സ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് പ്രിസ്ക്രൈബ് എ ഫിക്സ്ഡ് ടെന്യൂർ. പിന്നെ പോസ്റ്റ് റിട്ടയർമെൻറ്റ് അപ്പോയിൻമെൻറ്റ്സ്, നോ റെസ്ട്രിക്ഷൻസ് ഓൺ റിട്ടയർഡ് കമ്മീഷണേഴ്സ് ടേക്കിംഗ് അപ്പ് ഗവൺമെൻറ് പോസ്റ്റ്. ജുഡീഷ്യൽ ഇൻ്റർവെൻഷനെ കുറിച്ചൊരു കേസുണ്ട്, അനൂപ് ബ്രൺവാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2023. The Supreme Court ruled that the Chief Election Commissioner and election commissioners must be appointed by a panel comprising of the Prime Minister, Leader of Opposition in Lok Sabha and Chief Justice of India. In case the Leader of Opposition is absent, the Leader of the largest opposition party will be included. Parliament enacted the Chief Election Commissioner and other election commissioners appointment, conditions of service and term of office act 2023 in response to this judgment. വേ ഫോർവേഡ് നോക്കുകയാണെങ്കിൽ മാൻഡേറ്റിംഗ് ബൂത്ത് വൈസ് ആയിട്ടുള്ള ടേൺ ഔട്ട് ഡേറ്റ, അതായത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഷുഡ് ബി ലീഗലി ബൗണ്ട് ടു പബ്ലിഷ് സ്കാൻഡ് കോപ്പീസ് ഓഫ് ഫോം 17C ടു എൻഹാൻസ് ഇലക്ടറൽ ട്രാൻസ്പെറൻസി. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ഫ്രെയിംവർക്ക് ഫോർ ഡേറ്റ പബ്ലിക്കേഷൻ. The process of voter turnout declaration must follow a fixed legal structure rather than discretionary updates. പിന്നെ ensuring independence, അതായത് strengthening the independent functioning of Election Commission of India by reducing executive influence in appointments. Use of technology, a real-time tamper-proof digital mechanism for recording and displaying polling data. പിന്നെ കൺക്ലൂഷനായിട്ട് പറയുമ്പോഴേക്കും a free and fair electoral process is essential for democratic integrity, while the Election Commission plays a pivotal role. Ensuring transparency in voter turnout data is crucial to maintaining public trust. Strengthening legal provisions and adopting technological solutions can help mitigate concerns related to electoral discrepancies and enhance democratic credibility. Okay, next news എന്ന് പറയുന്നത് സ്റ്റാൻഡിങ് സ്റ്റോൺസ് ഓഫ് മധുബലിൻ്റെ ബേസിസിലാണ്. അത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിൽ ടെനൻറ്റീവ് ലിസ്റ്റിൽ ആഡ് ഓൺ ആയിട്ടുള്ളതാണ് നമുക്ക് ന്യൂസ് വന്നത്. ഓക്കെ, ഏൻഷ്യൻ മെൻഹിർസ് എന്ന് പറയുന്നത് സ്റ്റാൻഡിങ് സ്റ്റോൺസ് ആണ് ഓഫ് മധുബൽ ഇൻ നാരായൺപേട്ട്, തെലുങ്കാന, ഹാവ് ബീൻ ആഡഡ് ടു ദ ടെനൻറ്റീവ് ലിസ്റ്റ് ഓഫ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ്. This development marks a significant step in recognizing India's rich prehistoric heritage and its contribution to ആസ്ട്രോണോമി. ഓക്കെ, ഇത് കോൺസ്റ്റലേഷനൊക്കെ ബേസ് ചെയ്തിട്ട് അങ്ങനെയുള്ള ഡേറ്റയൊക്കെ കളക്ട് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു സംഭവമാണ്. ഓക്കെ, അബൌട്ട് ദ മധുബൽ മെൻഹിർസ്, അതായത് ലൊക്കേറ്റഡ് ഇൻ ദ ബാങ്ക്സ് ഓഫ് കൃഷ്ണ റിവർ വിച്ച് സെപ്പറേറ്റ്സ് തെലുങ്കാന ഫ്രം കർണാടക. ഇപ്പോൾ രണ്ട് കാര്യമായി. മധുബൽസ് വരുന്നത് ലൊക്കേറ്റഡ് ഇൻ ദ ബാങ്ക്സ് ഓഫ് കൃഷ്ണ റിവറാണ് സെപ്പറേറ്റ്സ് തെലുങ്കാന ആൻഡ് കർണാടക. ദ സൈറ്റ് കൺസിസ്റ്റ് ഓഫ് നിയർലി 1,200 large standing stones placed vertically in alignment with celestial constellations. Estimated to be 3,000 years old, these structures are believed to have been used for astronomical observations in ancient times. Okay, cultural and historical importance. The Madhubal sites add to the list of megalithic heritage structures in India, reinforcing the country's deep-rooted traditions in prehistoric monument construction. The stones may have been part of ritualistic or calendrical practices similar to other megalithic sites found across the world. UNESCO's nomination process എന്താണെന്ന് നോക്കുക. അതായത് nomination is forwarded to the UNESCO by the Government of India. The application was prepared with inputs from conservation architect Surya Narayan Murthy in collaboration with the Deccan Heritage Academy Trust
and the Department of Archaeology and Museums. Okay, challenges and in preservation എന്താണ്? ഒന്ന്, environmental threat ആണ്. Weathering and erosion could impact the structural integrity of the menhirs. Urban encroachment, അതായത് expansion of human settlements might disturb the site. Lack of awareness, limited public knowledge and appreciation for megalithic structures lead to neglect and damage. Way forward നോക്കുകയാണെങ്കിൽ comprehensive conservation efforts must be implemented to protect the site. Community engagement programs can promote awareness and sustainable tourism. Archaeological studies should continue to uncover more details about the site's function and significance. Conclusion പറയുവാണെങ്കിൽ the inclusion of the Madhumal menhirs in UNESCO's tenancy list is a crucial step in preserving India's megalithic heritage. Recognizing such sites can enhance global appreciation of ancient Indian scientific and cultural contributions while fostering heritage tourism in Telangana. Okay. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് നമുക്കറിയാം എഡിറ്റോറിയലുള്ളതാണ്. BSNLനെ ബേസ് ചെയ്തിട്ടാണ്. കോൺടാക്ട്സ് എന്ന് വെച്ചാൽ ദ ഇൻക്രീസിംഗ് റിലയൻസ് ഓഫ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ഇൻ എക്സ്റ്റേണൽ കൺസൾട്ടൻസി ഫേംസ് ഹാവ് സ്പാർക്ക് ഡിബേറ്റ് ഓൺ ദ എഫിഷ്യൻസി, accountability and implications of such decisions. The recent case of BSNL hiring Boston Consulting Group for a strategic revamp at the cost of 132 crore highlights this issue. This trend is not unique in India, as governments worldwide have increasingly outsourced strategic decision making to private consultancies. Okay. അപ്പോൾ കോൺടെക്സ്റ്റ് നമുക്കൊന്നുകൂടെ ഒന്ന് പറയുവാണെങ്കിൽ BSNL സ്റ്റേറ്റ് ഓൺഡ് ടെലികോം എൻ്റർപ്രൈസ് ആണ്. അത് BCGനെ ഹയർ ചെയ്തു. BCG എന്ന് പറയുന്നത് കൺസൾട്ടിംഗ് ഗ്രൂപ്പാണ്. അതിൻ്റെ ഒരു റിവൈവൽ സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ട് ദിസ് റേസ് കൺസേൺസ് അബൌട്ട് ദ റോൾ ഓഫ് എക്സ്റ്റേണൽ കൺസൾട്ടൻസീസ് ഇൻ ഷേപ്പിംഗ് പബ്ലിക് സെക്ടർ പോളിസീസ് ആൻഡ് ഓപ്പറേഷൻസ്. ഫ്രാൻസിൻ്റെ കേസിലാണെങ്കിലും ഓസ്ട്രേലിയയുടെ കേസിലാണെങ്കിലും ദേ ഹാവ് ഗിവൺ കൺസൾട്ടൻസി പ്രോജക്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കീ ഇഷ്യൂസ് വിത്ത് കൺസൾട്ടൻസി ഡിപ്പെൻഡൻസ് എന്താണ്? ഒന്ന്, ലാക്ക് ഓഫ് അക്കൗണ്ടബിലിറ്റി ആണ്. Consultants propose strategies but do not bear responsibility for their outcomes. Public enterprises like BSNL must implement these recommendations, often facing criticism for failures. Okay. പിന്നെ erosion of internal capabilities ആണ്. Over reliance on external experts weakens the ability of public institutions to develop in-house expertise. Creates a cycle where more external advice is sought due to the lack of internal skills. Conflict of interest and policy influence. Many consultancy firms engage with multiple clients, including competitors. This raises concerns about biased recommendations and misalignment with public interest. അതായത് ഇപ്പോൾ ഈ ഒരു കൺസൾട്ടൻസി ഗ്രൂപ്പ് BCG ഗ്രൂപ്പൊക്കെ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ടെലികോം സെക്ടറിലുള്ള കമ്പനിയുമായിട്ട് ഒരു കൺസൾട്ടിങ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? BSNLന് എതിരായിട്ടുള്ള രീതിയിലൊക്കെ കൺസൾട്ടേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും അവിടെ ഒരു ട്രസ്റ്റും കാര്യങ്ങളും എല്ലാം മാറും. ബയസ്ഡ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് വരാനായിട്ട് സാധ്യതയുണ്ട്. ഇമ്പാക്ട് ഓൺ പബ്ലിക് സർവീസ് ഗോൾസ്. കോസ്റ്റ് കട്ടിംഗ് സ്ട്രാറ്റജീസ് സച്ച് ആസ് വർക്ക് ഫോഴ്സ് റിഡക്ഷൻ ഇൻ BSNL may harm public welfare objectives. A profit-driven approach could shift focus away from ensuring affordable telecom access. Alternatives, അതായത് strengthening internal capacities. A better approach, as suggested by Mariana Mussato and Rosie Wellington in the Big Con, involves investing in public sector expertise through recruitment and training, fostering a culture of innovation within government enterprises, empowering employees to take ownership of strategic decisions. Okay, പിന്നെ കൺക്ലൂഷൻ ആയിട്ട് കുറവാണ്. While consultancy firms can offer valuable insights, excessive dependence on them poses risk to the efficiency, accountability and long-term stability of public sector enterprises. BSNL BCG case serves as a reminder that building internal capabilities is essential for ensuring effective governance and sustainable development. ഓക്കെ, അപ്പം അതാണ് എക്സ്റ്റേണൽ കൺസൾട്ടൻസീസിനൊക്കെ വരുമ്പോഴേക്കുള്ളൊരു പ്രശ്നം. അതാണ് നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഞാൻ ആ ഒരു ന്യൂസ് എടുക്കുന്നതിൻ്റെ റീസൺ വെച്ചാൽ ഇപ്പം യു ആർ ഹയർഡ് ആസ് എ ഓഫീസർ BSNLൻ്റെ റിക്കവറിക്ക് കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനെ റിക്കവറിയിലോട്ടൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ദ ഡിസിഷൻ മേക്കർ ഷുഡ് ബി ഫ്രം ദ ഗവൺമെൻറ് സൈഡ്, ആൻഡ് ഹൗ യു ഷുഡ് ഹാൻഡിൽ ദ ഡിസിഷൻസ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിപ്പെൻഡ്സ് ഓൺ
your discretion. Okay, അപ്പോൾ നെക്സ്റ്റ് ന്യൂസ് ഈസ് ദ ഡൈസ്റ്റോപ്പിയൻ സൈഡ് ഓഫ് ഇൻസ്റ്റാകോമേഴ്സ്. കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ the transformation of India's labor market, particularly in urban areas, has led to the emergence of informal employment practices that resemble modern-day auctions of human labor. The phenomena of 𝗲𝗏𝗍𝗲 labor markets and the digital gig economy reflect how employment has shifted from traditional job security to precarious piece rate work. ഓക്കെ, ഈ ആർട്ടിക്കിളിൽ നമ്മൾ എന്താണ് ഇതിൻ്റെ ഈ ഒരു രീതിയിലുള്ള എക്സ്പ്ലോയിറ്റീവ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി ഉള്ള ഒരു എംപ്ലോയ്മെൻറ്റ് സെക്ടറിനെ കുറിച്ചാണ് നോക്കുന്നത്. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ദ ഇഷ്യൂ. The labor market in urban centers. In various cities, daily wage laborers gather in 𝗲𝗏𝗍𝗲s with their tools waiting for contractors to negotiate wages. The imbalance of power in this market leads to downward wage competition where the lowest bidder wins the job. This situation exposes laborers to economic vulnerability, absence of social security, and exploitation by middlemen. Gig economy as a digital labor mandate. അതായത് digital platforms have replicated the 𝗲𝗏𝗍𝗲 model, shifting the role of 𝗗𝗲𝗄𝗏 to algorithm driven apps. ഓക്കെ, നേരത്തെ നമുക്കറിയാം ഒരു ഏരിയയിൽ പോയി ലേബറേഴ്സിനെ കളക്ട് ചെയ്ത് ആ വർക്കിന് കൊണ്ടുപോകായിരുന്നു. ഇപ്പോൾ എന്ത് പറ്റി? അതൊരു മോഡേണൈസ്ഡ് വേർഷനായി. ഇതിൽ ആപ്പുകളാണ് ആൾക്കാരെ ഹയർ ചെയ്യുന്നത്. ഗിഗ് വർക്കേഴ്സ് സച്ച് ആസ് ക്യാബ് ഡ്രൈവേഴ്സ്, ഡെലിവറി ഏജൻറ്റ്സ് ആൻഡ് ഡൊമസ്റ്റിക് വർക്കേഴ്സ് ആർ ഫോഴ്സ്ഡ് ഇൻ ടു സിസ്റ്റം where they must compete for work by constantly checking their apps. This model presents a facade of employment and choice, while in reality it eliminates worker rights, social security and bargaining power. കീ ഇഷ്യൂസ് വിത്ത് ഗിഗ് എക്കണോമി. ഇപ്പോൾ ഗിഗ് എക്കണോമി പെർസ്പെക്റ്റീവിൽ നിങ്ങൾക്ക് മെയിൻസ് പെർസ്പെക്റ്റീവിലൊക്കെ വരുവാണെങ്കിൽ ഇറ്റ്സ് എ വെരി ഗുഡ് ആർട്ടിക്കിൾ. നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന കുറേ പോയിൻറ്റ്സ് ഇതിൽ നിന്ന് കിട്ടും. ആബ്സെൻസ് ഓഫ് ജോബ് സെക്യൂരിറ്റി ആണ്. നോ ഫിക്സ്ഡ് വേജസ് ഓർ ബെനിഫിറ്റ്സ് സച്ച് ആസ് പെൻഷൻ, ഹെൽത്ത് ഇൻഷുറൻസ് ഓർ പെയ്ഡ് ലീവ്. ആൽഗോറിതം കൺട്രോൾ ആണ്. വർക്ക് അസൈൻമെൻറ്റ്സ് ആൻഡ് വേജസ് ആർ ഡിക്റ്റേറ്റഡ് ബൈ ഒപ്പേക്ക് ഡിജിറ്റൽ ആൽഗോറിതംസ്, ലീവിംഗ് വർക്കേഴ്സ് പവർലെസ്. പിന്നെ ലാക്ക് ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ്. ദ വർക്ക് ഫോഴ്സ് ഇസ് അറ്റമൈസ്ഡ്, പ്രിവെൻറ്റിംഗ് labor unions and collective action. Exploitation through ratings. അതായത് workers are forced to seek 5-star ratings for better opportunities, reducing their dignity to a performance metric. അപ്പോൾ ഇതിൻ്റെ ഒരു കേസ് സ്റ്റഡിയും കൂടിയുണ്ട്. അതായത് ഇൻട്രൊഡക്ഷൻ ഓഫ് സർവീസസ് ലൈക്ക് ഇൻസ്റ്റാമേറ്റ്സ് പ്രൊവൈഡ്സ് ഹൗസ് ഹെൽപ്പ് വിത്തിൻ 15 minutes at ₹49 per hour. വർക്കേഴ്സ് ആർ അതായത് ഏർബൻ കമ്പനി പോലത്തെ ഒരു കമ്പനിയുടെ ഒരു സർവീസാണ്. ദേ ആർ പ്രൊവൈഡിങ് 49 rupeesന് പെർ അവർ 49 rupeesന് മെയ്ഡ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. ഓക്കെ, വർക്കേഴ്സ് ആർ ഫോഴ്സ്ഡ് ഇൻ ടു ആൻ അൺഡിഗ്നിഫൈഡ് സ്ക്രാമ്പിൾ ഫോർ ലോ പേയിങ് ജോബ്സ്, റിഫ്ലക്റ്റിംഗ് ദ എക്സ്ട്രീം വൾണറബിലിറ്റി ഓഫ് ഗിഗ് വർക്കേഴ്സ്. ഓക്കെ, പ്രോട്ടസ്റ്റ് സ്ലോഗൻസ് സച്ച് ആസ് റേറ്റിംഗ് നെഹി ഹക്ക് ചാഹി, അതായത് we don't need ratings, we need rights, encapsulate their struggle. Okay, പിന്നെ ലെജിസ്ലേറ്റീവ് ചാലഞ്ചസ് ആൻഡ് പോളിസി സ്റ്റാഗ്നേഷൻ, അതായത് ഡിമാൻഡ് ഫോർ ഗിഗ് വർക്കർ റൈറ്റ്സ്. വർക്കേഴ്സ് ഹാവ് പുഷ്ഡ് ഫോർ എ ഫ്രെയിംവർക്ക് ഫോർ സോഷ്യൽ സെക്യൂരിറ്റി, ആക്സസ് ടു ദെയർ വർക്ക് ഡേറ്റ, ഗ്രീവൻസ് റിഡ്രസൽ ആൻഡ് എ ട്രൈപാർട്ടൈറ്റ് ബോർഡ് ഫോർ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ. Rajasthan became the first state to pass a gig worker bill, but implementation remains weak due to industry resistance. Okay, corporate and government resistance നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രി ബോഡീസ് ലൈക്ക് NASSCOM and CII oppose legislative frameworks, claiming that gig workers are merely partners and not employees. The Karnataka government's delay in implementing progressive gig worker laws highlights the influence of corporate lobbying. While companies like Urban Company publicly claim to support worker welfare, they oppose legal protections in private. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വേ ഫോർവേഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ റെക്കഗ്നീഷൻ ഓഫ് ഗിഗ് വർക്കേഴ്സ് ആസ് എംപ്ലോയീസ്, അതായത് ലീഗൽ റെക്കഗ്നീഷൻ വുഡ് എൻടൈറ്റിൽ ഗിഗ് വർക്കേഴ്സ് ടു മിനിമം വേജസ്, സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ ഫ്രം ആർബിട്രറി ടെർമിനേഷൻസ്. പിന്നെ റെഗുലേറ്റിംഗ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്, transparency in algorithmic wage discrimination and work allocation, ensuring workers have access to data on their earnings, work hours and employment history, strengthening labor unions and worker cooperatives, അതായത് ബാർഗെയിനിങ് പവർ കൂട്ടുക വർക്കേഴ്സ് സൈഡിൽ നിന്ന്. ഓക്കെ, പിന്നെ
വർക്കർ ഓൺ കോപ്പറേറ്റീവ്സ് തുടങ്ങുക ടു ചാലഞ്ച് കോപ്പറേറ്റ് കൺട്രോൾ. പിന്നെ ഗവൺമെൻറ് ലെഡ് സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് ആണ്. ക്രിയേറ്റിംഗ് സ്റ്റേറ്റ് ബാക്ക്ഡ് ഇൻഷുറൻസ്, പെൻഷൻ ആൻഡ് ഹെൽത്ത് കെയർ സ്കീംസ് ഫോർ ഗിഗ് വർക്കേഴ്സ്. എക്സ്പാൻഡിങ് എക്സിസ്റ്റിംഗ് വെൽഫെയർ പ്രോഗ്രാംസ് ടു ഇൻക്ലൂഡ് ഇൻഫോർമൽ ആൻഡ് ഗിഗ് എക്കണോമി വർക്കേഴ്സ്. ഓക്കെ, കൺക്ലൂഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ദ ഗിഗ് എക്കണോമി has redefined employment, shifting risk from employers to workers while maximizing profits. The digital middlemen aggregators now dictate wages and work conditions without any accountability to ensure fair work conditions. Strong labor laws and worker protections must be implemented. India stands at crossroads. Either uphold the dignity of labor or allow corporate interests to dictate the future of employment. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഗിഗ് എക്കണോമിക് പെർസ്പെക്റ്റീവിലുള്ള ഒരു ന്യൂസ് ആയിരുന്നു. അപ്പം കുറേ വാല്യുബിൾ ആയിട്ടുള്ള ഇൻസൈറ്റ്സ് കിട്ടുന്ന ന്യൂസാണ്. ഇപ്പോൾ ഈ പ്രാവശ്യത്തെ DNA അനാലിസിൽ നമുക്കറിയാം, വി ഡിസ്കസ്ഡ് ഓൺ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഗിഗ് എക്കണോമീനെ കുറിച്ച് നോക്കി, പിന്നെ മാൻഹേഴ്സിനെ കുറിച്ച് നോക്കി, യുനെസ്കോ ടെനൻറ്റി ലിസ്റ്റിലുള്ളതാണ്. അപ്പോൾ അതൊക്കെ ആർട്ട് ആൻഡ് കൾച്ചർ പെർസ്പെക്റ്റീവിലൊക്കെ ചോദ്യങ്ങൾ വരാം പ്രിലിംസിൽ. ഓക്കെ, അപ്പോൾ ഈ പ്രാവശ്യത്തെ DNA അനാലിസിസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.